ഇന്ദിര ആവാസ് യോജന പദ്ധതി പ്രകാരം 45,738 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കേരളത്തിന് ലഭിച്ചത്. ന്യൂനപക്ഷങ്ങൾക്ക് 47%, പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് 47%, പൊതുവിഭാഗങ്ങൾക്ക് 6% എന്നതാണ് കേന്ദ്ര മാനദണ്ഡം. ഓരോ സംസ്ഥാനത്തെയും ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യാനുപാതികമായിട്ടാണ് വിഹിതം കണക്കാക്കിയത്. എന്നാൽ കേരളത്തിൽ 15% വിഹിതം മാത്രമേ ന്യൂനപക്ഷങ്ങൾക്ക് നൽകാനാവൂ എന്നും ആ തരത്തിൽ പദ്ധതി മാറ്റണമെന്നുമാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ ന്യൂനപക്ഷ വിഹിതം കുറയ്ക്കാനാകില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. അതിനുശേഷവും സംസ്ഥാനം നിലപാട് മാറ്റാത്തതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ഒരു വിഭാഗത്തിനും വീടുകൾ ലഭിച്ചിട്ടില്ല. പദ്ധതിയുടെ പഞ്ചായത്ത് തല വിഹിതം മാർച്ച് 31-നകം വകയിരുത്തിയില്ലെങ്കിൽ ദരിദ്ര വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട പദ്ധതിക്കുള്ള ധനസഹായമാണ് നഷ്ടമാവുക. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നടപ്പാക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ തന്നെ മാനദണ്ഡം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഒരു ചർച്ച നടത്തും എന്ന് ഗവൺമെൻറ് പറഞ്ഞാൽ ഇതുവരെ ഒരു ചർച്ച നടത്തുകയോ അതിനൊരു തീരുമാനം എടുക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ പണം ഈ സാമ്പത്തിക വർഷം ഉപയോഗിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. രണ്ടാം ഘട്ടത്തിൽ അനുവദിച്ച അധിക വിഹിതം കൂടി കൂട്ടുമ്പോൾ 56,000 വീടുകളാണ് പദ്ധതിയിൽ വരുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ നേതാക്കൾ പലതവണ മുഖ്യമന്ത്രിയെ മറ്റും കണ്ടെങ്കിലും ഇതുവരെ സർക്കാർ നിലപാട് മാറ്റിയിട്ടില്ല. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.